വെൽക്കം ടു ടീം ആൻഡ്രൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനിക് സ്കൂളിൻ്റെ ഒരു ബിഗ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ 5ലും അതുപോലെ തന്നെ 8ലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. സൈനിക് സ്കൂളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സൈനിക് സ്കൂൾ എന്ന്. സൈനിക് സ്കൂൾസ് ആർ റെസിഡൻഷ്യൽ സ്കൂൾസ് റൺ ബൈ ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അതായത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകളാണ് സൈനിക് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എയിം ഓഫ് പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് മെന്റലി, ഫിസിക്കലി ആൻഡ് അക്കാഡമിക്കലി ഫോർ ദ ഇന്ത്യൻ ആംഡ് ഫോഴ്സ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സിലേക്ക് നമ്മുടെ കുട്ടികളെ മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ അക്കാദമിക പരമായിട്ടും പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു സ്ഥാപനമാണ് സൈനിക് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിൽ എത്ര സൈനിക് സ്കൂൾ ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ എത്ര സൈനിക് സ്കൂൾ, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക് സ്കൂൾ ഏതാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. There are 33, അതായത് 33 സൈനിക് സ്കൂളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. പുതിയതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ എവിടെ, കഴക്കൂട്ടം, തിരുവനന്തപുരം, അതായത് ഓൾഡ് സൈനിക് സ്കൂൾ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക് സ്കൂളാണ് കഴക്കൂട്ടം, തിരുവനന്തപുരത്തുള്ളത്. ബാക്കിയെല്ലാം പ്രൈവറ്റ് ആണ്. സോ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. ഇതാണ് നിങ്ങളുടെ സൈനിക് സ്കൂളിലെ, അതായത് 6ഉം 9ഉം ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ആകുന്നത് എന്നാണെന്നൊക്കെ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 10 ഒക്ടോബർ മുതൽ അതുപോലെ തന്നെ 30 ഒക്ടോബർ വരെയാണ്. ഈ ഒരു ഡേറ്റിലാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30 ആണ്. സോ ഈ ഒരു ഡേറ്റ് വരെ കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ജനറൽ OBC കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ക്യാഷ് എന്ന് പറയുന്നത് 850 രൂപയാണ്. അതുപോലെ തന്നെ SC/ST ആണെന്നുണ്ടെങ്കിൽ 700 രൂപയാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ, അതായത് ഇതിൻ്റെ ഒരു PDF ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ആൻഡ്രൺ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒഫീഷ്യൽ PDF ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണെങ്കിൽ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി, അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അതും 6ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏജ് വരുന്നത് 10 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് 10 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ആയിരിക്കണം. അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 9ാം ക്ലാസ്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ ഒരു ഏജ് ലിമിറ്റിലാണ് നിങ്ങളുടെ കുട്ടി ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വരുന്നത് റിട്ടേൺ എക്സാം ആണ്. അതിനുശേഷം വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ, ദെൻ ഫൈനലി നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. സോ ഇത്രയാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം പാറ്റേൺ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വരുന്നത് മോഡ് എന്ന് പറയുന്നത് എന്താ, ഓഫ്ലൈൻ OMR ബേസ്ഡ് ടെക്സ്റ്റ് ആണ് വരുന്നത്, ഓഫ്ലൈൻ എക്സാം ആണ് വരുന്നത്. ഇനി ഈ ഒരു എക്സാമിൽ വരുന്ന സബ്ജക്റ്റും അതിൻ്റെ മാർക്കുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന സബ്ജക്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാത്സിൽ നിന്ന് ഇതിൽ ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതും 150 മാർക്കിനുള്ള 50 ക്വസ്റ്റ്യൻ ആണ് മാത്സിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ജനറൽ നോളജ്, സയൻസ് ആൻഡ് സോഷ്യൽ നോക്കുവാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ 50 മാർക്കാണ് വരുന്നത്. അതുപോലെ ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇൻ്റലിജൻസ്, ജനറൽ ഇൻ്റലിജൻസ് നോക്കുവാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നത് 300 മാർക്കാണ്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇതിൻ്റെ ടോട്ടൽ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയുന്നത് 125 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് കാര്യങ്ങളെല്ലാം. സോ ഇതാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ 9th ക്ലാസ്സിൻ്റെ, അതായത് 9ാം ക്ലാസ്സിൻ്റെ ആണ്. സോ ഇതും ഓഫ്ലൈൻ മോഡ്, അതായത് ഓഫ്ലൈൻ OMR ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത്. ഇതിൽ വരുന്ന സബ്ജക്റ്റ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് 200 മാർക്കിനാണ് വരുന്നത് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ 50 ക്വസ്റ്റ്യൻ, ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 200 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മാത്സ് സബ്ജക്റ്റിലൂടെ ലഭിക്കുക. സോ ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അതിൽ 50 മാർക്കിന് 25 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ജനറൽ സയൻസിൽ നിന്നും 50 മാർക്കിന് 25 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസ്
സ്റ്റഡീസ് 50 മാർക്ക് 25 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ 50 മാർക്ക് 25 ക്വസ്റ്റ്യൻ. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ 400 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ 6ാം ക്ലാസ്സിലേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 300 മാർക്കും, അതുപോലെ തന്നെ 9ാം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യന് 400 മാർക്കുമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാവുന്നതായിരിക്കും. സോ അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കുട്ടികൾക്കുള്ള ഒരു വലിയ അവസരമാണ്. നിങ്ങളുടെ കുട്ടി ഡിഫൻസിലാണ് ജോലി നോക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും NDA പോലുള്ള സ്ഥാപനത്തിലേക്കൊക്കെ പോകുന്നതിനുള്ള നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലെ ആദ്യ പടിയാണ് സൈനിക് സ്കൂൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ 2 പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ്. ഈ ടെലഗ്രാം ചാനലിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. പുതിയ നോട്ടിഫിക്കേഷൻ്റെ PDFs എല്ലാം ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് ചാനലാണ്. ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ലൈവിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പുതിയ നോട്ടിഫിക്കേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ചാനലും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറാണിത്. സോ ഈ ഒരു 2 നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മുന്നിൽ വന്ന അവസരം പാഴാക്കാതെ നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ തന്നെ സൈനിക് സ്കൂളിലേക്ക് അഡ്മിഷനായിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.